ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുനാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. അനുദിന ജീവിതത്തിൽ നമ്മൾ പല നിലയിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരാറുണ്ട്. അത് ഏത് തുറയിലുള്ള ആളാണെങ്കിലും, എത്ര വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്ത ആളാണെങ്കിലും, ഏത് നിലയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അവരവർക്ക് അവരവരുടെ പരിധിക്ക് അപ്പുറത്തുള്ളതായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ളതും അതിശയോക്തി ഇല്ലാതെ തന്നെ ഞാൻ പറയട്ടെ. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്നെക്കൊണ്ട് കഴിയുന്നതിനപ്പുറത്ത് ആയിരിക്കുക ഇപ്പോൾ ഞാൻ, ഒരു രക്ഷയുമില്ല, മുന്നോട്ട് പോകാൻ ഒരു മാർഗവുമില്ല, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല തുടങ്ങി ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ നേരിടാനും തരണം ചെയ്യാനും ശ്രമിക്കുന്നതെന്ന് അവനവൻ തന്നെ ചിന്തിച്ചാലും മനസ്സിലാകും. എന്നാൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ തരണം ചെയ്യാം, തുടർന്ന് അതേക്കുറിച്ച് ചിന്തിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം വായിക്കട്ടെ. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. കരയിലൂടെയും കടലിലൂടെയും ഒക്കെയുള്ള തൻ്റെ അനുദിന യാത്രാവേളയിൽ കർത്താവ് പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു. അവർ മിക്കവാറും കൂടെ കാണുമെന്ന് തന്നെ പറയുന്നതല്ലേ ശരി. അങ്ങനെ ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരു കടൽ യാത്ര നടത്തുന്ന സംഭവമാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം. വളരെ സന്തോഷത്തോടെ അവർ യാത്ര ചെയ്യവേ കുറേ ദൂരം പോയപ്പോൾ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയും വെള്ളം പടകിലേക്ക് തള്ളിക്കയറുകയും അല്ലെങ്കിൽ തിര തള്ളിക്കയറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കർത്താവ് പടകിനകത്തുണ്ട്, പക്ഷേങ്കിലും അമരത്ത് തലയണ വെച്ചുറങ്ങുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ശിഷ്യന്മാരെ ദൗത്യം ഭരമേൽപ്പിച്ച് പലയിടത്തും കർത്താവ് അയച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കർത്താവരോട് പറഞ്ഞത് ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം എന്നൊക്കെയാണ്. എന്നാൽ ഇങ്ങനെ പ്രകൃതിക്ഷോഭമുണ്ടായാൽ അവിടെ എന്താണൊരു പരിഹാരമെന്ന് അവരിതുവരെ കണ്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, അവർക്കൊട്ടറിയുകയുമില്ല. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരുന്നത്, കർത്താവ് കൂടെ ഉണ്ടല്ലോ, ഈ കാറ്റും ശാന്തമാകും. അങ്ങനെ ചിന്തിക്കേണ്ടവർ പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി, അലറിക്കരയാൻ തുടങ്ങി. എൻ്റെ ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന ഓരോരുത്തരുമായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ആലോചന വിളിച്ചു പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന, തീരെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ, അതൊരു പക്ഷേ ഒരു രോഗമാകാം, കടഭാരമാകാം, മറ്റെന്തെങ്കിലും ജോലിയുടെ പ്രയാസങ്ങളാകാം, ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ഏതെങ്കിലും നിലയിലുള്ള പ്രയാസങ്ങളാകാം. അങ്ങനെ എന്തു തന്നെ ആയിരുന്നാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ കർത്താവുമായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, കൂടെ കർത്താവ് ഉണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലൊന്നും നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്ന് മാത്രമല്ല, തക്ക സമയത്ത് കർത്താവ് അതിനൊരു പരിഹാരമുണ്ടാക്കുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര സുഗമമാകുകയും ചെയ്യുമെന്നത് വളരെ ഉറപ്പോടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ജീവിതത്തിൽ ഒരിക്കലും നേരിടാത്ത പ്രയാസങ്ങളാണ് ഈ വർഷം നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചിലർ പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കൊരുപക്ഷെ സഹിച്ചുകൂടാത്തതും വഹിച്ചുകൂടാത്തതുമായ പ്രശ്നം, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. എന്നാൽ കർത്താവിന് ആ പ്രശ്നത്തിൻ്റെ മേലും പരിഹാരം കാണുവാൻ കഴിയുമെന്ന് ഉറപ്പായി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കാതിരിക്കില്ല. ശിഷ്യന്മാർക്ക് കഴിയാത്ത കാര്യം കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതുപോലെ നമ്മെ കൊണ്ട് കഴിയാത്ത കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. അവർക്ക് കാണാൻ കഴിയാത്ത കാറ്റിനെയും അവരുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന തിരമാലയെയും ഒരുപോലെ ശ്വാസച്ചമർച്ച ചെയ്ത കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നത് വാസ്തവം മാത്രമാണ്. ഇതിനകത്ത് ഊഹാപോഹങ്ങളോ കെട്ടുകഥകളോ അങ്ങനെയുള്ള സങ്കല്പങ്ങളോ ഒന്നുമില്ല. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആകയാൽ ഒട്ടും അധൈര്യപ്പെടാതെ നിങ്ങളെ അലട്ടുന്ന ഈ തിരമാല പോലെയുള്ള പ്രയാസങ്ങൾ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പോടെ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. കർത്താവ് കൂടെയുണ്ടെന്ന് ഉറപ്പാക്കുക. നിശ്ചയമായിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ടില്ലാത്ത നിലകളിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചില മക്കൾ അങ്ങയുടെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പൂർണ്ണമായൊരു പരിഹാരം അവരുടെ പ്രശ്നങ്ങൾ മേൽ കൽപ്പിച്ച്
അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.